ഞാങ്കടവ് കുടിവെള്ള പദ്ധതിക്ക് അവശേഷിക്കുന്ന 1 കിലോമീറ്റർ ഭാഗത്ത് പൈപ്പ് ഇടുന്നതിന് ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കത്തയക്കാൻ തീരുമാനം. കേന്ദ്ര സംഘവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് കോർപ്പറേഷൻ തീരുമാനത്തിലെത്തിയത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷനിൽ നടപ്പാക്കുന്ന പദ്ധതികൾ വിലയിരുത്താനായിട്ടാണ് കേന്ദ്ര സംഘം എത്തിയത്. കുരീപ്പുഴ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഞാങ്കടവ് പദ്ധതിയുടെ ഭാഗമായ വസൂരിച്ചിറയിൽ നിർമ്മിച്ച ജലശുദ്ധീകരണശാല, നാന്തിരിക്കൽ ദേശീയപാത കുഴിക്കേണ്ട ഭാഗം എന്നിവിടങ്ങളാണ് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികളായ ഗൗരവ് ഭട്ട്, മുക്ത ഗുപ്ത എന്നിവർ സന്ദർശിച്ചത്. കൊല്ലത്തെത്തിയ സംഘം മേയറുടെ ചേംബറിൽ പദ്ധതി അവലോകനവും നടത്തി. കുരീപ്പുഴ പ്ലാന്റിൽ മലിനജല സംസ്കരണത്തിന് ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ സംഘാംഗങ്ങൾ വിലയിരുത്തി. പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്ന് മേയർ പ്രസന്ന ഏണസ്റ്റ് ആവശ്യപ്പെട്ടു. തുടർ നിർമ്മാണങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ജല അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നേരത്തെ ഇട്ട സീവേജ് ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരിക്കാൻ ഒക്കാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ തുടർന്ന് അടിയന്തരമായി ഇത് STP പ്ലാന്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഫീക്കൽ STP നിർമ്മിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ അനുമതി വാങ്ങിക്കുകയും അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫീക്കൽ STP സ്ഥാപിച്ചുകൊണ്ട് എത്രയും വേഗം ഈ പ്രവർത്തനം ഇവിടെ ആരംഭിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുള്ളതും അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അതിന്റെ തീരുമാനം എടുക്കുന്നതിനുമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മേയർ പ്രസന്ന ഏണസ്റ്റ്, ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, സ്ഥിരം സമിതി അധ്യക്ഷരായ ഗീതാകുമാരി, S. ജയൻ, U. പവിത്ര, സജീവ് സോമൻ, സുജാ കൃഷ്ണൻ, അമൃത് മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഷീല, കോർപ്പറേഷൻ സെക്രട്ടറി RS സനു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.